എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത 2 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ മോഹൻലാലിന്റെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മാർച്ച് മാസം 27-ാം തീയതി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. നിലവിൽ 10 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ 9 ദിവസ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ 10 ദിവസ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും പുറത്തു വന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 9 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 2,75,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 74 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 9 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 107 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 240 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അല്പം മുമ്പേ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഈ കാണുന്ന പോസ്റ്ററിലൂടെ ചിത്രം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് 10 ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം മഞ്ഞുമൽ ബോയ്സിന്റെ എക്കാലത്തും വലിയ റെക്കോർഡായ 242 കോടി എന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമ കൂടി ഇതിനോടകം തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായം നേടിയ സിനിമ കൂടിയായിരുന്നല്ലോ. ചിത്രം 75 ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 242 കോടി രൂപ നേടിയതെങ്കിൽ വെറും 10 ദിവസം കൊണ്ട് മാത്രമാണ് എമ്പുരാൻ എന്ന സിനിമ ഈ 242 കോടി മറികടന്നിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 10 ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്കും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്കും വരികയാണെങ്കിൽ അല്പം മുമ്പേ പുറത്തുനിന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 10 ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 4 കോടിയിലേക്ക് എത്തപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഏകദേശം 5 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 79 കോടി 80 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 245 കോടി 250 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം എമ്പുരാനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ തമിഴിലെ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ വീരധീര സൂരൻ. മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 10 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ 8 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 കോടി 5 ലക്ഷവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി 75 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കർണാടകം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി 40 ലക്ഷവും ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും 2 കോടി 2 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 50 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഓവർസീസിൽ നിന്ന് മാത്രം ആദ്യ 8 ദിവസം കൊണ്ട് 12 കോടി 85 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 8 ദിവസം കൊണ്ട് 50 കോടി 75 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.